പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശം ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ താഴ്മ വാഴ്ത്തപ്പെട്ടതാകുന്നു. നിന്നെ വധിപ്പാനായി വന്ന ജനം നാഥാതേ സ്തുതിയും മാനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്ഷമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ബാരക്കുമോർ ദൈവമേ, നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ച് കളയണമേ. എന്റെ ന്യായത്തിൽ കഴുകി എന്റെ പാപങ്ങൾ തന്നെ വെടിപ്പാക്കണമേ. എന്നാൽ ഞാൻ അറിയുന്നു, പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയും ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടോ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. എന്റെ സൗഭാഗ്യമേ തളിക്കണമേ, നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാകണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ഹൃദയം സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിൽ പുതുതാക്കണമേ. തന്നെ തള്ളിക്കളയരുതേ, എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. രക്തത്തിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ, നീതിയെ സ്തുതിക്കും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. മതിലുകളെ പണിയണമേ, തൻബലി മൂലം പൂർവികമാം പെസഹായുടെ ദൃഷ്ടാന്തം
ബലികളെ നാഥ നീ നീക്കി ദൃഷ്ടാന്തങ്ങളെ നിറവേറ്റി പാപം പോക്കും നാഥാനീയ ഭയസ്ഥാനം ഞങ്ങളെ ഏറ്റുകതാതെങ്കിൽ താതൻ നിന്നത്തേളിയട്ടെ. ശുഭലാബുലബുറോവൽ റൂഹു കാദീശോ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും വീഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ വരേറ്റുവാൻ നടിയങ്ങളിൽ യോഗ്യരായി തീരണമേ. ബാറക്കുമോ ഞങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും വിസ്മരീയങ്ങളായ തന്റെ താഴ്മയുടെ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളുടെ പീഡകളെ മായ്ച്ചു കളയുകയും ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും കൽപ്പന ലംഘനം മൂലമുള്ള മരത്തിന്റെ ശിക്ഷയെ കുരിശിന്റെ ശക്തിയാൽ സുഖപ്പെടുത്തുകയും ചെയ്ത പരിശുദ്ധ പ്രധാന പുരോഹിതനായിരിക്കുന്ന കർത്താവിന് സ്തുതി. തനിക്ക് മധ്യാഹ്ന പ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ കുൽഹൂനിയോമോസോ ദഹായാലവൽമേ. ബാറക്കുമോർ എന്റെ കർത്താവേ, മഹോന്നതന്റെ മധുരഫലമായ നിന്റെ സഭ നിന്നെ വന്ദിക്കുന്നു. ദിവ്യത്വത്തിന്റെ സന്തതിയാകുന്ന നിന്റെ ഇടവക പരിശുദ്ധങ്ങളായ നിന്റെ കർത്തൃ കഷ്ടാനുഭവങ്ങളെ പുകഴ്ത്തുന്നു. ലോകയോദ്ധാവായുള്ളവേ, നിന്റെ സഭ പുണ്യമുണ്ടാക്കുന്നവയായ നിന്റെ മുറിവുകളെ വന്ദിക്കുന്നു. നിന്റെ അമിതമായ സ്നേഹത്താൽ ആദാമിന്റെ സന്താനങ്ങൾക്ക് വേണ്ടി നികൃഷ്ടമരമാകുന്ന സിംഹാസനത്തിൽ കയറിയിരുന്ന് നിന്റെ തിരുമേനിയുടെ ബലിയാൽ ഭൂമിയിലെ അനീതിയെ നീ നീതീകരിച്ചു. ഗോകുൽത്തായുടെ മുകളിൽ വെച്ച് തന്നെ താൻ ബലി കഴിച്ച് ഭൂവാസികളെ സ്വർഗവാസികളോട് സമാധാനപ്പെടുത്തിയ തടിച്ച കാളക്കുട്ടി നീയാകുന്നു. സ്വമനസ്സോടെ ബലിയാൽ ലോകത്തിന്റെ പാപത്തെ നീക്കിയ വെടിപ്പും ശുദ്ധിയുമുള്ള കുഞ്ഞാടും നീയാകുന്നു. കുറ്റക്കാരുടെ നിരപ്പിന് ധൂപമായി തീർന്ന് സൃഷ്ടികളെ തന്റെ പിതാവിനോട് യോജിപ്പിച്ചവനായ സർവത്തെയും പുണ്യമാക്കുന്ന നാഥ, നിന്റെ കഷ്ടാനുഭവങ്ങളെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാപത്തെ മായ്ച്ചു കളഞ്ഞ നിന്റെ കുരിശിനെ ഞങ്ങൾ വന്ദിക്കുന്നു. ആകയാൽ ഞങ്ങളുടെ അധർമ്മങ്ങളും വേദനകളും മാഞ്ഞില്ലാതായി തീർന്ന് നിന്റെ മുറിവുകളെ ഞങ്ങൾ ചുംബിക്കുന്നു. വിഴുങ്ങിക്കളയുന്ന പാതാളത്തിന്റെ വായിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തെന്നാൽ ദൈവത്തെ പോലെ ലോകത്തെ വഹിച്ചിരിക്കുമ്പോൾ കുരിശിൽ തറയ്ക്കുന്ന ആളുകളുടെ പിടിയിൽ പെടുകയും വഴിതെറ്റിപ്പോയ ആടിനെ, അതായത് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ രക്ഷിപ്പാനായിട്ട് നികൃഷ്ടമായ കുരിശിനെ നിന്റെ തോളിൽ വഹിച്ചുകൊണ്ട് കുറ്റമില്ലാത്ത ആട്ടുകുട്ടിയെ പോലെ കൊലയേൽപ്പാനായിട്ട് നീ പോകുകയും ചെയ്തു. കാണാതെ പോയതിനെ നിന്റെ തോളിൽ വെച്ചുകൊണ്ട് നിന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് നീ പ്രവേശിച്ചു. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ നിന്റെ സന്നദ്ധി ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം നിന്റെ തൃക്കൈകൾ വഴിയായി നിന്നെ അയച്ചവന്റെ അടുക്കൽ കൈക്കൊള്ളപ്പെടുമാറാകണമേ. വിശ്വാസമാകുന്ന കവചം ഞങ്ങൾ ധരിച്ചും രക്ഷയാകുന്ന പടത്തൊപ്പി വെച്ചും സത്യസ്നേഹമാകുന്ന ഉടുപ്പിട്ടും ജീവന്റെ ശരണമാകുന്ന അരക്കെട്ട് കെട്ടിയും കൊണ്ട് മുഖപ്രസന്നതയോടുകൂടി നിന്റെ മഹത്വമുള്ള പുനരുദ്ധാനത്തിൽ അടുത്തു വരുവാനും നിന്റെ കല്യാണശാലയിൽ തോഴന്മാരും അതിഥികളും നിന്റെ രാജ്യത്തിൽ പുതിയ അവകാശികളുമായി തീരുവാനും ഞങ്ങൾ അർഹരാകണമേ. ഞങ്ങളും ഞങ്ങളുടെ സകല മനുഷ്യരും അക്ഷയങ്ങളും മാഞ്ഞു പോകാത്തതുമായ ഭാഗ്യങ്ങളിൽ ആനന്ദിക്കുമാറാകണമേ. ഞങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി കഷ്ടം അനുഭവിച്ച മശിഹാ തമ്പുരാനെ,
നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുമാറാകണമേ. ബാറക്കുമോറും ഹോശോ വബകുൽ സുബ്ഹാന വൽമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബാറയ്ക്കുമോർ എല്ലാ ദർശകരും സൂചിപ്പിച്ചിരുന്ന രഹസ്യങ്ങൾ ഇന്നേ ദിവസം നമ്മുടെ രക്ഷകൻ നിറവേറ്റി. താൻ കഷ്ടതയും നിന്ദയും പരിഹാസവും ചെകിട്ടത്തടിയും ഏറ്റു. തൻ്റെ ന്യായതീർപ്പിൽ ഞങ്ങളുടെ ന്യായതീർപ്പിനെ അഴിച്ചു കളഞ്ഞ തനിക്ക് അവർ മരണശിക്ഷ വിധിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവേ, നിന്റെ കൃപയുടെ സുവിശേഷ പ്രകാശത്താൽ നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നിന്റെ സ്ലീബായെ കുറിച്ചുള്ള സ്നേഹത്തിൽ നിങ്ങളുടെ ആത്മാക്കളെ ഉറപ്പിക്കണമേ. നിന്റെ പീഡയുടെ പീഡയില്ലായ്മയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ആയുധം ധരിപ്പിക്കണമേ. നിന്റെ സ്നേഹമാകുന്ന ഭാഗ്യത്താൽ നിങ്ങളുടെ വിചാരങ്ങളെ കാത്തുരക്ഷിക്കണമേ. നിന്റെ സ്തുതികളെ വർണ്ണിപ്പാൻ നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തണമേ. നിന്നെ പ്രസാദിപ്പിക്കുന്ന കർമ്മങ്ങളുടെ പരിമളം ഞങ്ങളിൽ ധൂപിപ്പിക്കണമേ. നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും കരുണയുടെ പ്രസാദത്തിനായി ഞങ്ങളുടെ ധൂപം കൈക്കൊള്ളണമേ. മോറാൻ ഇന്നേ ദിവസം നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിന് ഗൂഢമായ രഹസ്യം വെളിപ്പെടുത്തി. നിങ്ങളിൽ ഒരുവൻ യൂദജനത്തിനായി എന്നെ ഏൽപ്പിച്ചു കൊടുക്കും. അവർ എന്നെ പരിഹസിക്കുകയും ആദാമിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരത്തിന്മേൽ തൂക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിന്റെ ശിഷ്യന്മാരോട് അരുളിച്ചത് എന്തെന്നാൽ, പെസഹ ഭക്ഷിക്കേണ്ടതിനായി നിങ്ങൾ പോയി ഒരുക്കുകയും കഷ്ടത അനുഭവിക്കുന്നതിന് മുമ്പ് അതിവാഞ്ഛയോടെ ആഗ്രഹിച്ചു. രഹസ്യങ്ങളിൽ എന്നെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ള ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ ദൈവത്തെ പോൽ ലോകം മാറ്റാൻ കഴിയും വീര്യം വെളിവാക്കിയിട ആജ്ഞാപിച്ച ശ്രേഷ്ഠൻ വൈദ്യൻ അവകാശിയാ ദുഷ്ടാത്മാക്കൾ കുരിശിൽ തൂക്കിയിടാനേൽപ്പിച്ചു.
ഭാഗ്യം കേട്ടോ ജീവപ്രദമാം ഭോജ്യം കേട്ടു കന്നത്താനെ കൊലയവനിൽ വിരഹോടേറി ശോഭാപൂർണ്ണം പകലിനെ പക കൊണ്ടിരുളായി തീർന്നു കൂടി ചേർന്നാനെങ്ങും വാഴും നിറയും രാവിൽ ദേവാദേവനാകേണം നാദാമകൃപതോ നേണമൻ Barakmor Lamorios Boho Alain Malaikun Rahama Lolmi Evangelion Gadishaman Yohanon Sliho Habra യേശുദമ്പുരാൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും നിങ്ങൾക്കറിയാം. ഞാൻ സ്വയം വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. അവനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ഞാൻ അവനെ അറിയുന്നു. എന്തെന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ നിന്നാണ് വന്നത്, അവനാണ് എന്നെ അയച്ചത്. അപ്പോൾ അവർ യേശുവിനെ പിടിക്കുവാൻ ശ്രമിച്ചു, എങ്കിലും അവൻ്റെ സമയം എപ്പോഴുമായിട്ടില്ലാഞ്ഞതിനാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. ജനത്തിൽ പലരും അവനിൽ വിശ്വസിക്കുകയും മശീഹ വരുമ്പോൾ ഇവൻ ചെയ്യുന്നതിലും അധികം അടയാളം ചെയ്യുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ജനങ്ങൾ അവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് പരീശന്മാർ കേട്ടു. അവരും പ്രധാനാചാര്യന്മാരും കൂടി അവനെ പിടിക്കുവാൻ പടയാളികളെ അയച്ചു. അനന്തരം യേശു തമ്പുരാൻ, ഞാൻ ഇനി അല്പകാലം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, പിന്നെ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോകും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കാണുകയില്ല. ഞാൻ ഇരിക്കുന്നിടത്ത് വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. നമുക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത വിധം ഇവൻ എവിടേക്ക് പോകും? നമ്മുടെ ആളുകൾ ചിതറിപ്പാർക്കുന്ന യവനന്മാരുടെ ദേശത്ത് പോയി യവനന്മാരെ പഠിപ്പിക്കുമോ? നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. ഞാൻ ഇരിക്കുന്നിടത്ത് വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഇവൻ പറഞ്ഞ വചനത്തിൻ്റെ അർത്ഥം എന്താകുന്നു എന്ന് യഹൂദന്മാർ പരസ്പരം പറഞ്ഞു. പെരുന്നാളിൻ്റെ അവസാനത്തെ വലിയ ദിവസം യേശു തമ്പുരാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, ദാഹിക്കുന്ന ഏവരും അടുക്കൽ വന്ന് പാനം ചെയ്യട്ടെ. തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പ്രവഹിക്കുമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. തന്നിൽ വിശ്വസിക്കുന്നവർ പ്രാപിക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനിങ്ങനെ പറഞ്ഞത്. എന്നാൽ അതുവരെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. കാരണം അതുവരെയും യേശു തമ്പുരാൻ മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ജനത്തിൽ പലരും യേശുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഇവൻ യഥാർത്ഥത്തിൽ ആ പ്രവാചകൻ തന്നെയാണ് എന്ന് പറഞ്ഞു. വേറെ ചിലർ ഇവൻ മശിഹായാകുന്നു എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഗലീലയിൽ നിന്നാണോ മശിഹ വരുന്നത്? ദാവീദിന്റെ സന്തതിയിൽ നിന്നും ദാവീദിന്റെ ഗ്രാമമായ ബേത്ലഹേമിൽ നിന്നും മശിഹ വരുമെന്നല്ലോ തിരുവെഴുത്ത് പറയുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ അവനെക്കുറിച്ച് ജനക്കൂട്ടത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായി. അവനെ പിടിക്കുവാൻ
ആഗ്രഹിച്ചവരുണ്ടായിരുന്നെങ്കിലും ആരും അവന്റെ മേൽ കൈവച്ചില്ല. ബാറയ്ക്കുമോ ലമൊറിയോസകത്തോ ആമോദ വാവുദ് അൽക്കേത്തലോ ബുദീനോ കനദ്ഹായ ആമേൻ. നിന്നെ വധിപ്പാനായി വന്ന ജനം നാഥാത്തെ സ്തുതിയും മാനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. വാനത്തിൽ മഹിമാപൂർവം വാഴ്കെ മനുജന്മാർ
ഈശോനേ ദേവാ ദയ ചെയ്തിടണമേ. നേരറ്റോൻ ശിഷ്യൻ കയ്യാപ്പായോ ഇന്നാൾ നിന്നെ കൊല്ലാനായോ ദേവാ ദയ ചെയ്തിടണമേ. ആശായിൽ ഖേദിക്കും സഭയെ നിൻ ഉദ്ധാനത്താൽ മോദിപ്പിക്കണം ദേവാ ദയ ചെയ്തിടണമേ. ശുഭലബുലബുറുവൽ റൂഹോ കാദീശോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മറക്കുമ്പോൾ തന്റെ കുരിശുകൊണ്ട് ദീർഘദർശിമാരുടെ സൂചനകളെ നിവർത്തിക്കുകയും ദർശനക്കാരുടെ ഉപമകളെ നിറവേറ്റുകയും പുണ്യവാന്മാരുടെ ദൃഷ്ടാന്തങ്ങളെ ഉറപ്പിക്കുകയും പരിശുദ്ധന്മാരുടെ രേഖകളെ പൂർണ്ണമാക്കുകയും പ്രസംഗക്കാരുടെ ശബ്ദത്തെ പ്രബലമാക്കുകയും മഹാശക്തിയാൽ സുവിശേഷകന്മാർക്ക് വചനം നൽകുകയും ചെയ്ത രക്ഷിതാവിന് സ്തുതി. തനിക്ക് ആശ ബുധനാഴ്ച 9-ാം മണി നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോ ബക്കുലഹൂന്യമോ ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെടുകയും തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിക്കുകയും ചെയ്ത നല്ല ഇടയനായ മശിഹാ തമ്പുരാനെ, നിന്റെ ഇടവക നിന്നെ വന്ദിച്ച് സ്തുതിക്കുന്നു. മിണ്ടാ പ്രാണികളുടെ ബലികളിൽ നിന്നും രക്തം ഒഴുക്കൽ നിന്നും ഞങ്ങളെ വിരോധിപ്പാനും ഞങ്ങളുടെ ജീവകാലം മുഴുവൻ ഈ സുഗന്ധ ധൂപത്തോടുകൂടി സ്തോത്രത്തെയും പരിമളവാസനയും ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുവാനുമായി ഇപ്രകാരം തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ നാഥ, നിന്റെ രക്തത്താൽ നീ സമ്പാദിച്ചതും കുരിശുകൊണ്ട് രക്ഷിച്ചതുമായ കാതോലികവും ശ്ലൈകികവുമായ വിശുദ്ധ സഭയുടെ സമാധാനത്തെ നീ വർദ്ധിപ്പിക്കണമേ. ഈ ലോകത്തിലെ അധികാരികളായ ക്രൂര രാജാക്കന്മാരെ അവരുടെ വാദങ്ങളുടെ മുമ്പിൽ ദുർബലരാക്കണമേ. ലോകാവസാനം വരെ നിന്റെ സത്യവാഗ്ദാനങ്ങളെ അവൾക്കായി കരുതി വയ്ക്കണമേ. അവളുടെ പ്രധാന പുരോഹിതന്മാരുടെയും പ്രാർത്ഥനകൾ നിരപ്പാകണമേ. നിന്റെ എല്ലാ ഇടവകയുടെ മേലും പാവപരിഹാരം ചെയ്യണമേ. നിന്റെ ജയമുള്ള ശ്ലീബായിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസിയായ രാജാവിന്റെ കിരീടം കാത്തുകൊള്ളണമേ. കാലത്തിന്റെ കിരീടത്തെ നിന്റെ കൃപയാൽ അനുഗ്രഹിക്കണമേ. ഭൂമിയിലെ കായികനികളെ സകല ഉപദ്രവങ്ങളിൽ നിന്നും സൂക്ഷിച്ചുകൊള്ളണമേ. നീ ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് സഹായിയും ദുഃഖിതർക്ക് സങ്കേതവും വ്യസനിച്ചിരിക്കുന്നവർക്ക് ആശ്വാസകനും ആവശ്യക്കാർക്ക് സംരക്ഷകനുമായിരിക്കണമേ. കഷ്ടപ്പെടുന്നവരുടെ സങ്കടം തിരുമുമ്പിൽ പ്രവേശിക്കണമേ. അടിമപ്പെട്ടവരുടെ ഞെരുക്കത്തിൽ നിന്ന് നിന്റെ അനുഗ്രഹങ്ങളെ വിരോധിക്കരുതേ. സമുദ്രത്തിലെ ഓളങ്ങളാലും തിരമാലകളാലും ഞെരുങ്ങിയിരിക്കുന്നവരോട്
നിലവിളിയിൽ നീ ഉണർന്നിരിക്കണമേ. അവർ കാംക്ഷിക്കുന്ന തുറമുഖത്തേക്ക് അവരെ കൊണ്ടുപോകണമേ. മുൻകൂട്ടി നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും ഗുരുക്കന്മാരുടെയും സ്നേഹിതന്മാരുടെയും ആത്മാക്കളെ നിന്റെ കൃപയാൽ ഓർത്തുകൊള്ളണമേ. നീ മുഖാന്തിരം അവർ ആശ്വാസ സ്ഥലത്ത് ഒന്നിച്ചുകൂടുകയും നിന്റെ ജീവന്റെ സങ്കേത സ്ഥലത്തേക്ക് വന്നു ചേരുകയും ചെയ്യുമാറാകണമേ. നിന്റെ കഷ്ടാനുഭവങ്ങളിൽ ഏറ്റുപറഞ്ഞ കുരിശിനെ വന്ദിക്കുന്നതിനാൽ ഏതു വിധത്തിലും മരിച്ചുപോയിരിക്കുന്ന ഓരോരുത്തരും നാഥ അവിടുന്ന് നീ പ്രതിഫലം നൽകണമേ. അവനെ നിന്റെ ജീവന്റെ മണവറയിലേക്ക് സ്വർഗരാജ്യത്തിലേക്കും കൊണ്ടുപോകണമേ. നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും കർത്തൃത്വത്തിന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും എല്ലാവരിൽ നിന്നും സ്തുതി കരേറ്റുമാറാകണമേ. ബാറക്കുമോർ ഓശോ അബ്കുൽ സുബാൻ ലോൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബാറയ്ക്കുമോർ നിങ്ങളിൽ ഒരുവൻ ശപിക്കപ്പെട്ട യൂതജനത്തിനായി എന്നെ ഒറ്റിക്കൊടുക്കുകയും അവർ എൻ്റെ കൈകളിൽ ആണിതറയ്ക്കുകയും കൊല്ലുകയും ഖബറിൽ എന്നെ വയ്ക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ രക്ഷകൻ അരുളി ചെയ്തപ്പോൾ ശിഷ്യന്മാർ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഇടയിൽ ഗോതമ്പിനോടൊന്നിച്ച് ചേർന്നിരിക്കുന്ന മുള്ളുപോലെയുള്ള ഇവൻ ആരാകുന്നുവെന്ന് അവർ തന്നോടുത്തരമായി പറഞ്ഞു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഒരുവേൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുമ്പോൾ എന്നോടൊന്നിച്ച് ജീവിച്ച് നീതീകരിക്കപ്പെടേണ്ടതിനായി സ്വർഗത്തിൽ നമ്മെ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ബാറയ്ക്കുമോർ ഞങ്ങളുടെ കർത്താവേ, നിന്റെ ഇടവക നിനക്ക് സമർപ്പിക്കുന്ന ധൂപം കൈക്കൊള്ളണമേ. നിന്റെ സഭയ്ക്ക് സമാധാനവും നിന്റെ ആടുകൾക്ക് ആശ്വാസവും വിശ്രമവും നൽകണമേ. നിന്റെ കഷ്ടാനുഭവത്തെ ഏറ്റുപറഞ്ഞ് കഷ്ടതയേൽപ്പാനും നിന്റെ മുറിവുകളെ ഒന്ന് ചോമനിക്കുവാനും നിന്റെ പുനരുത്ഥാനത്തെ ആനന്ദപൂർവ്വം വാഴ്ത്തുവാനും നിന്റെ ജീവനുള്ള തൊഴുത്തിലേക്ക് പ്രവേശിപ്പാനും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാനും സഭയെ യോഗ്യതയുള്ളവളാക്കണമേ. ബാറയ്ക്കുമോർ ഓശോ അബ്കുൽ സുബാൻ ലോൽമീ. Brikamor hashok dahvahlo fain ചെകിടൻ മാർത്തൻ തരുവിൽ നീളെ ആശ്ചര്യങ്ങൾ ചെയ്തെന്നാലും ദേശം പോലും ആമൂഢന്മാർ തന്നെ സൂചിപ്പിക്കും മുൻചൊല്ലൊന്നും വായി ഉൾക്കൊണ്ടില്ല. Ladino aman Murio
Masiho de salahasu mauto leski hoso smavo bosaka. ബറക്കുമോർ ദൈവത്തിന് സ്തുതിയും ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന്. ആ ദിവസം തന്നെ ചില പരീശന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന്, നീ യെരൂശലേമിൽ നിന്ന് പൊയ്ക്കൊള്ളുക, എന്തെന്നാൽ ഹെറോദേസ് നിന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക, ഇന്നും നാളെയും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. 3-ാം ദിവസം എൻ്റെ വേല പൂർത്തിയാകും. എങ്കിലും ഇന്നും നാളെയും ഞാൻ പ്രവർത്തിക്കേണ്ടതും അടുത്ത ദിവസം പോകേണ്ടതുമാകുന്നു. കാരണം യെരൂശലേമിന് പുറത്തു വെച്ച ഒരു പ്രവാചകനും മരിക്കുവാൻ പാടില്ലല്ലോ. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കിലേക്ക് അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ അതിന് ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർക്കുവാൻ എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾക്കോ മനസ്സില്ലാതെയായിപ്പോയി. ഇതാ നിങ്ങളുടെ ഭവനം ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവിന് വന്ദനമുണ്ടാകട്ടെ. നിന്നെ വധിപ്പാനായി വന്ന ജനം
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹാമൂലം ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മാറ്റത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഇറുപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ബാറയ്ക്കുമോർ സൗമൻ കാലോസ് Moranis Rahamalain Moranin Rahimelain Sbolok Moran Sbolok Moran Sbolok Sabran Lolam Barakimo